നമസ്കാരം, ദിസ് ഇസ് ഡോക്ടർ ബിൻസി ബാബു ഫ്രം GR ആയുർവേദ. എന്താണ് ഹെർണിയ? നമ്മുടെ ഏതെങ്കിലും ശരീര അവയവങ്ങൾ വീക്കനായിട്ടുള്ള മസിൽ അല്ലെങ്കിൽ ടിഷ്യൂവിനകത്ത് കൂടെ തള്ളി പുറത്തു വരുന്ന അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഹെർണിയ വന്നു കഴിഞ്ഞ ഒരു റിവേഴ്സ് ഫ്ലോ സാധ്യമല്ല സർജിക്കൽ റിപ്പയറിലൂടെ അല്ലാതെ. മാത്രമല്ല, ഏറ്റവും കോമൺ ആയിട്ട് ഹെർണിയ കണ്ടുവരുന്നത് നമ്മുടെ അടിവയറ്റ് അതുപോലെ തന്നെ ഗ്രോയിൻ റീജിയൻസിലാണ്. ഹെർണിയയ്ക്ക് കൂടുതൽ പ്രോൺ ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഹെർണിയയുടെ ഒരു ഫസ്റ്റ് സ്റ്റേജിലുള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ അബ്ഡോമിനൽ മസിൽസിന് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കുന്ന തരത്തിലുള്ള എക്സസൈസുകൾ കഴിവതും ഒഴിവാക്കുക. മാക്സിമം ഒരു മൈൽഡ് ആയിട്ടുള്ള എക്സസൈസുകൾ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. മാത്രമല്ല, വെയിറ്റ് മാക്സിമം കൺട്രോളാക്കി നിർത്തുക. വെയിറ്റ് ഒരു വലിയ ഫാക്ടറാണ് ഹെർണിയയുടെ കാര്യത്തിൽ. ഓവർ വെയിറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ അബ്ഡോമിനൽ മസിൽസിന് അത് കൂടുതൽ പ്രഷറാണ് അപ്ലൈ ചെയ്യുന്നത്. ഹെർണിയയുടെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞവരും ഹെർണിയയ്ക്ക് കൂടുതൽ പ്രോൺ ആയിട്ടുള്ള ആളുകളും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓവർ വെയിറ്റ് എന്നുള്ളത്. കഴിവതും സ്മോക്കിംഗ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നിങ്ങൾ കഫ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ അബ്ഡോമിനൽ മസിൽസിന് സ്ട്രെയിൻ ആണ് അത് ഉണ്ടാക്കുന്നത്. ഇത് ഈ ഒരു കണ്ടീഷൻ വേഴ്സൺ ചെയ്യാൻ ഇടയാക്കും. താങ്ക് യു.